അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം നിർവഹിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് നരിവേട്ട. വർഗീസ് പീച്ചർ എന്ന പോലീസ് കോൺസ്റ്റബിളായി ടൊവിനോ തോമസ് എത്തിയപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദായാണ് സുരാജ് വെഞ്ഞാറമൂട് ചിത്രത്തിലെത്തിയത്. പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിൽ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. DIG രഘുറാം കേശവായാണ് ചേരനെത്തിയത്. മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമെന്ന ടാഗ്ലൈനോട് എത്തിയ ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് നേടുന്നത്. അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴത്തെ നരിവേട്ട റീസെൻസറിംഗിലേക്ക് കടക്കുന്നുവെന്ന പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ, പൊതുസമൂഹം ആദിവാസികളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള യാഥാർത്ഥ്യം എന്നിങ്ങനെ കേരളത്തെ ഞെട്ടിച്ച മുത്തങ്ങ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അണിയറ പ്രവർത്തകർ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രത്തിന്റെ പ്രമേയം വലിയ രീതിയിൽ തന്നെ ചർച്ചയായതിന് പിന്നാലെയാണ് ഇപ്പോൾ റീസെൻസറിംഗിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് വിവരം. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താൽപര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ആദിവാസികൾ സമൂഹത്തിനു മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നും അതിനു പിന്നിൽ പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്ക് എന്താണെന്നും സിനിമ വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ തുറന്നുകാട്ടുമ്പോൾ അത് ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം. അതേസമയം മികച്ച പ്രതികരണം നേടിയ ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് 15 കോടിയിലേറെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരുന്നു. അതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് മെയ് 30 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ശക്തമായ ആഘാതം സൃഷ്ടിക്കുന്ന ഇമോഷണൽ ഡ്രാമയാണ് നരിവേട്ടയെന്നും ടൊവിനോ തോമസിന്റെ ഗംഭീര പ്രകടനം തന്നെ ചിത്രത്തിൽ കാണാനാകുമെന്നും പ്രേക്ഷകർ പറയുന്നു. മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും പ്രേക്ഷകരുടെ തിരക്ക് കൂടുന്നുവെന്നാണ് ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിംഗ് സ്റ്റാറ്റസ് അടക്കം സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ, ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിച്ചിരിക്കുന്നത്. സംവിധായകൻ അനുരാജ് മനോഹറിനും അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത്. സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്ന അബിൻ ജോസഫ് യഥാർത്ഥ സംഭവങ്ങളെ തിരക്കഥാ രീതിയിലേക്ക് മാറ്റുന്നതിൽ കാണിച്ചിരിക്കുന്ന ബ്രില്യൻസും ഏറെ ചർച്ചയാകുന്നുണ്ട്. ജെയ്ക്സ് ബിജോയുടെ സംഗീതത്തിന് മികച്ച റെസ്പോൺസാണ് ലഭിക്കുന്നത്. സിനിമ ആവശ്യപ്പെടുന്ന രീതിയിൽ അതേ ഫീലോടെ തന്നെ സംഗീതം നൽകാൻ ജെയ്ക്സ് ബിജോയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. വിജയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയെ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഫ്രെയിമിലെത്തിക്കാൻ ഛായാഗ്രഹകന് സാധിച്ചിട്ടുണ്ട്. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് ചിത്രത്തിലെ പ്രധാന രംഗങ്ങളുടെ വൈകാരിക സ്പന്ദനങ്ങൾ വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകരമായിട്ടുണ്ട്. പ്രേംവദ കൃഷ്ണ, ആര്യ സലീം, റിനി ഉദയകുമാർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.